5 മാസമായി ഇത് തെരുവിൽ നടക്കണേ. ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ആരെങ്കിലും വിളിക്കാൻ വെച്ച് വിളിച്ചോളി. ഞങ്ങളും പോവില്ല. ഞങ്ങൾ ഏതായാലും തെരുവിലാണ്. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഞങ്ങൾ തെരുവിലാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കോളന്ന് ഞങ്ങൾ തീരുമാനമായിട്ട് പോവുള്ളൂ. അതില്ല. എന്താ ഒരു നാടൊന്നായി ഒലിച്ചു പോയിട്ട് നിങ്ങൾ വല്ല കുട്ടിക്കളിയാണല്ലോ കളിക്കുന്നത്. ഒരു നാടൊന്നായി ഒലിച്ചു പോയതല്ലേ? സാറ് കണ്ടതല്ലേ? അവിടെ മുണ്ടക്കായി കണ്ടതല്ലേ? ആ നാടൊന്നായി ഒലിച്ചു പോയതല്ലേ? എന്നിട്ട് ഇനിയും ഞങ്ങൾ അവിടെ പോയി താമസിക്കണം. ഒന്നാം ഘട്ടത്തിൽ അംഗീകരിച്ചു പോകണം. അല്ലാതെ മുണ്ടക്കൈന് മാത്രം ഡബിള്. ഇത് ആരും അർഹതപ്പെട്ട ഈ പാവങ്ങളൊക്കെ പോയ ആൾക്കാരാ. നിങ്ങൾ ആർത്തെ തമാശ അടിക്കുന്നത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടി പറയും? ഞങ്ങൾ എന്താ ചെയ്യേണ്ടി പറയും? നിങ്ങൾ പറയും. നിങ്ങൾ എത്ര കാലം കാത്തുക്കോ? വന്നിട്ടുണ്ടെങ്കിൽ ഈ 15 ദിവസത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് കളക്ടറോ അല്ലെങ്കിൽ സബ് കളക്ടറോ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ടൗൺഷിപ്പിലുള്ള ഉപഭോക്താക്കളുടെ പട്ടികയിൽ പാകപ്പിഴയെന്നാരോപിച്ചിട്ടാണ് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടക്കുന്നത്. അവിടെ ഘരാവോ നടത്തുകയാണ് പ്രതിഷേധക്കാർ. ആക്ഷൻ കമ്മിറ്റി പഞ്ചായത്ത് അധികൃതരുമായി സംസാരിക്കുകയാണ്. നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്നടക്കമുള്ള പരാതികൾ വരുന്നു ആ പ്രതിഷേധത്തിലേക്ക്. ഉദ്യോഗസ്ഥന്റെ വിശദീകരണം തേടുകയാണ്. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ അനർഹരായ ആളുകൾ കടന്നുകൂടി, അർഹരായവർ പുറത്ത് എന്നുള്ളതല്ലേ ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്? അങ്ങനെയെങ്കിൽ എത്ര പേരുടെ കണക്കാണ് അവർ വിശദീകരിക്കുന്നത്? എന്താണ് പഞ്ചായത്ത് അധികൃതർക്ക് നൽകാനുള്ള മറുപടി? ഈ രണ്ട് ലിസ്റ്റും കമ്പയർ ചെയ്തതിനു ശേഷമുള്ളതാണെന്നാണ് നമ്മൾ നിലവിൽ മേപ്പാടി പഞ്ചായത്തിലെ 11-ാം വാർഡായ മുണ്ടക്കയിലെ 191 ആളുകളുടെ ലിസ്റ്റിലാണ് ഇത്തരത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് ദുരന്തബാധിതർ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് തന്നെ 2-3 തവണ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ദുരന്തബാധിതരായ നേരിട്ടും അത് അല്ലാതെയും ഈ ദുരന്തം ബാധിച്ച ആളുകളുടെ ലിസ്റ്റും അവരുടെ പേരുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ആരോപിച്ചാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം ഭരണസമിതി അംഗങ്ങളുമായി ഈ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ ദുരന്തം കഴിഞ്ഞ 5 മാസമായിട്ടും ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പിലെ ഉപഭോക്താക്കളുടെ ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചതിൽ പാകപ്പിഴ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല മിക്ക അനർഹരായിട്ടുള്ള ആളുകളെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദുരന്തം ബാധിച്ച ആളുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ആരോപിച്ചാണ് ഈ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ മാർച്ചായി ഇവരെത്തിയത്. പ്രതിഷേധമായി എത്തുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളിരിക്കുന്ന കോൺഫറൻസ് ഹാളിലേക്ക് തള്ളിക്കയറുകയും ഈ ഹാളിനകത്ത് കയറി ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തടഞ്ഞു വെച്ചിരിക്കുന്ന ഘരാവ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് നേരത്തെ അതായത് ഈ 3 വാർഡുകളിലും ദുരന്തം ബാധിച്ച 3 വാർഡുകളിലെയും ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതായത് സബ് കളക്ടർ ഓഫീസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പാകപ്പിഴയിൽ പഞ്ചായത്ത് ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിലൊരു വിശദീകരണമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഇപ്പോൾ മുദ്രാവാക്യം വിളികളോടുകൂടി ഈ കോൺഫറൻസ് ഹാളിനകത്ത് മേപ്പാടി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിനകത്ത് പ്രതിഷേധം നടത്തുകയാണ് സ്മൃതി. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇവർ സബ് കളക്ടർ
പോകുന്നുണ്ടോ? ഇതിപ്പോൾ പഞ്ചായത്തിന് യാതൊരു പങ്കുമില്ല എന്നാണോ പറയുന്നത്? താമസിച്ച പൈസ ഉണ്ടെങ്കിലേ ഓരോ റൂമിന്റെ റെന്റ് ഉണ്ടെങ്കിൽ ഈ ഫുഡ് വരില്ല. ദീപക്, ഇപ്പോൾ പഞ്ചായത്തിന് പങ്കില്ല എന്നും കലക്ടറുടെ ഓഫീസിൽ നിന്നാണ് ഈ പട്ടികയെന്നും പറയുമ്പോൾ സബ് കളക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധം പോകുന്നുണ്ടോ എന്നാണ് പ്രതിഷേധക്കാർ ഇതിൽ പറയുന്നത്. പഞ്ചായത്തിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണോ? സ്മൃതി, നിലവിൽ മാനന്തവാടി സബ് കളക്ടറാണ് ഇത്തരത്തിലൊരു കരട് ലിസ്റ്റ് ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ ഈ 3 വാർഡുകളിൽപ്പെട്ട പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നുള്ളൊരു ആരോപണമാണ് ഉണ്ടാകുന്നത്. പക്ഷേ മേപ്പാടി ഈ സമീപ പ്രദേശങ്ങളിൽ, അതായത് മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, അവർ പിന്നീട് വാടക വീടുകളിലായി താമസിക്കുന്ന ഈ മേപ്പാടി പരിസരങ്ങളിലൊക്കെയാണ്. ആ ഭാഗത്തുള്ള ദുരന്തബാധിതർ, അതിൽ പ്രധാനമായും വാർഡ് 11 മുണ്ടക്കൈ വാർഡിലെ ആളുകളാണ് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി പഞ്ചായത്ത് അധികൃതരെയും പഞ്ചായത്ത് പ്രസിഡന്റും ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ള ആളുകളെ ഘെരാവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് കൃത്യമായി ഈ ദുരന്തബാധിതരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണമായൊരു ലിസ്റ്റ് ആയിരിക്കണം. അത് എങ്ങനെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന അകത്തേക്ക്, അതായത് ഈ കോൺഫറൻസ് ഹാളിനകത്തേക്ക് വന്ന സമരക്കാരുമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ സംഭവം നടന്ന, അതായത് ദുരന്തം നടന്ന് 5 മാസമായിട്ടും പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ വലിയ പിഴവുണ്ടായി. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ ഈ കോൺഫറൻസ് ഹാളിനകത്ത് പ്രതിഷേധിക്കുന്നത്. സ്മൃതി, സ്മൃതി, ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ എല്ലാവരോടും ഇരുന്ന് പ്രതിഷേധിക്കാൻ വേണ്ടി ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ ആഹ്വാനം ചെയ്യുന്നു. എല്ലാവരും അതനുസരിച്ച് ഈ ഹാളിനകത്ത് പ്രതിഷേധിക്കുകയാണ്. എന്നോടൊപ്പം ഈ മേപ്പാടി പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ചേരുന്നുണ്ട്. എന്താ എങ്ങനെയാണ് ഇങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്? ഞാനിപ്പോൾ ജോയിന്റ് ഡയറക്ടർ പ്രതികരിക്കും കേട്ടോ. മേപ്പാടി പഞ്ചായത്തിൽ വലിയ പ്രതിഷേധം